നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ജ്ഞാനപാനയില് പൂന്താനം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ ആ ഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. ഇനിയൊക്കെ നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം എങ്ങനെയാണ് ഈ പ്രപഞ്ചം ആദ്യ സമയത്ത് രൂപം കൊണ്ടത്? ആദ്യം ഈ മുഴുവൻ പ്രപഞ്ചവും ഒരൊറ്റ വസ്തുവായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. മഹത്തത്വം അല്ലെങ്കിൽ മഹത് ബ്രഹ്മം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ വസ്തുവായിരുന്നുവെന്നും അതിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും പിന്നീട് രൂപം കൊണ്ടത് എന്നും, ഭഗവാൻ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രപഞ്ചവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതെയാണ്. ഭഗവാന് ഈ പ്രപഞ്ച സൃഷ്ടിയിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചുപോയി എന്നാണ് പൂന്താനം പറയുന്നത്. മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപമായി, ഒന്നും ചെന്നങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ, ഒന്നൊന്നായി നിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി, ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി, ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി, ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചുപോയി എന്നാണ് പറയുന്നത്. ഭഗവാൻ നേരിട്ടല്ല, ഭഗവാന്റെ ശക്തികളാണ് ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും. ഭഗവാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കർമ്മവും ചെയ്യാനില്ല എന്ന് പറയും. അതേപോലെ തന്നെ സംഹാരം. ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രത്യേകത ഇതെല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് കാലം നിലനിൽക്കും, അതിനുശേഷം വീണ്ടും നശിച്ചു പോകും. ഭൂത പ്രളീയതേ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആ കാര്യമാണ് അടുത്ത വരിയിൽ പൂന്താനം പറയുന്നത്. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത്. ഈ ഭൗതിക ലോകത്ത് 3 കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്വരജസ്തമോ ഗുണങ്ങൾ, അല്ലെ? സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടാണ് ഈ ഭൗതിക പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രളയ സമയത്ത്, ഈ വിശ്വം നശിക്കുന്ന സമയത്ത് വീണ്ടും അത് ആ മഹത്തത്വത്തിൽ അലിഞ്ഞു ചേരും. അതാണ് 9ാമത്തെ പദ്യത്തിൽ പറയുന്നത്. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും. പിന്നെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നാണ്. വീണ്ടും ഈ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ഇല്ലാതാകുന്നു, പ്രളയ സമയത്ത് ഇല്ലാതാകുന്നു. ഇത് വീണ്ടും നടക്കുന്ന ഒരു കാര്യമാണ്. സൃഷ്ടിക്കപ്പെടുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, വീണ്ടും പ്രളയ സമയത്ത് മുഴുവൻ പ്രപഞ്ചവും നശിച്ചു പോകും. ഭഗവത്ഗീതയിൽ ഇതിനെ പറയുന്നത് ഭൂത പ്രളീയത എന്നാണ്. ഉണ്ടാകുന്നു, വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും നശിച്ചു പോകും. അതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പൂന്താനം പറയുന്നത്. മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വം അന്നേരത്ത്. ആ സമയത്ത് വിശ്വം പിന്നെ ഇല്ല. നമ്മൾക്കിങ്ങനെ വേറെയായിട്ട് ഈ പ്രപഞ്ചത്തിനെയും പ്രകൃതിയെയും കാണാൻ സാധിക്കില്ല. ആ സമയത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ആ സമയത്ത് മഹത്തത്വം മാത്രമേ ഉള്ളൂ. പക്ഷെ ഭഗവാനുണ്ട്, ഭഗവാനും ഭഗവാന്റെ ലോകമുണ്ട്. അതിനെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പൂന്താനം.
ഒന്നിലും ഒരു ബന്ധമില്ലാതെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും ഭഗവാനെ ബാധിക്കാതെ ഭഗവാൻ സനാതനമായിട്ട് ഭഗവാന്റെ ലോകത്ത് തന്നെയാണ്. ഇവിടെ പൂന്താനം പറയുന്നത് ഏത് ലോകത്തിനെ കുറിച്ചാണ്? വിശ്വത്തിനെ കുറിച്ചാണ്. വിശ്വം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത്. മുഴുവൻ ലോകത്തിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകത്തിനെ കുറിച്ചാണ് വിശ്വം എന്ന് പറയുന്നത്. അതിന് മാത്രമേ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുള്ളൂ എന്ന് പറയും. അപ്പൊ സംഹാര സമയത്ത് വീണ്ടും ഒന്നായിട്ട് മഹത്തത്വത്തിൽ കൂടിച്ചേരുന്നു എന്നാണ് പറയുന്നത്. ഒന്നുമില്ലപ്പോൾ വിശ്വം അന്നേരത്ത് എന്ന് പറയും. ഇത്രയും ഭാഗം നമ്മളെ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പൂന്താനം പറയുന്നത് അങ്ങനെ ആ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിൽ ഒരു ജീവൻ കർമ്മം കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അത് നേരത്തെ പൂന്താനം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടത് മുമ്പിനാൽ അത് ഓർമ്മിച്ചു വെക്കണം, അത് മനസ്സിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞത്. പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ആദ്യം ഒരു വസ്തുവായിരുന്നു, പിന്നീട് അതിൽ നിന്ന് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും ഭഗവാന് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഇനി വീണ്ടും ആ കർമ്മത്തിന്റെ കാര്യത്തിലേക്കാണ് പൂന്താനം വരുന്നത്. കർമ്മഗതിയാണ് പറയുന്നത്. ഒരു ജീവാത്മാവ് അനുഭവിക്കേണ്ട കർമ്മങ്ങൾ ഏതൊക്കെ തരത്തിലാണുള്ളത്, ഏതൊക്കെ വിധത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ ചെയ്യുന്നത്, ആ കർമ്മം നമ്മളെ ഏതൊക്കെ വിധത്തിലാണ് ബന്ധിച്ചു നിർത്തുന്നത്. ഓരോ കർമ്മവും നമ്മളെ ബന്ധിച്ചു നിർത്തുന്നത് ഓരോ രീതിയിലാണ്. ആ രീതി എന്തൊക്കെയാണ്? ആ ഓരോ കർമ്മത്തിന്റെയും ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് കർമ്മഗതിയിൽ പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അത് അടുത്ത ഭാഗം. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും എന്നുള്ള പദ്യം രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മം എന്നുള്ള ഭാഗം വരെ വായിക്കാം. നമ്മൾക്ക് വേണ്ടി വായിക്കുന്നത് അഞ്ജലി മാതാജി, ആരതി മാതാജി വായിക്കുന്നുണ്ട്. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. യെസ്, വായിച്ചോളൂ മാതാജി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. മുന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ലപ്പോൾ വിശ്വമന്ദിരത്ത്, ഒന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. ഒന്നിൻ ചങ്ങലയും നീ പറഞ്ഞതിൽ ഒന്നിടുമ്പു കൊണ്ടെന്നത്തെ വിധങ്ങൾ രണ്ടു നാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ വിശ്രമാം കർമ്മവും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി, ആരതി ആൻഡ് സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. യെസ്, എന്താണ് പൂന്താനം പറയുന്നത്? ഒന്നുകൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും. ഈ മുഴുവൻ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 3 തരത്തിലുള്ള കർമ്മങ്ങളേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരുപാട് തരത്തിൽ കർമ്മമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പൂന്താനം അതിനെല്ലാം ചുരുക്കി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 3 തരം കർമ്മമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും. ഈ വിശ്വത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒന്നുകൊണ്ടാണ്. അത് എന്തിൽ നിന്നാണ് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത്? മഹത്തത്വത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ മഹത് ബ്രഹ്മത്തിൽ നിന്നാണ്
സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഒന്നുകൊണ്ട് എന്ന് പറയുന്നത്. ആ ഒന്നിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളു കർമ്മങ്ങളൊക്കെ. കർമ്മങ്ങൾ എത്രയാണ്? കർമ്മങ്ങളാകെ 3 വിധത്തിലേ ഉള്ളൂ. 3 വിഭാഗത്തിൽപ്പെട്ട കർമ്മങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മം. ചില കർമ്മങ്ങള് പുണ്യകർമ്മങ്ങളാണ്, നമുക്ക് പരിചയമുണ്ട്. പുണ്യകർമ്മങ്ങൾ, ദാനം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് പുണ്യകർമ്മങ്ങൾ. പാപകർമ്മങ്ങൾ അതും നമ്മൾക്കറിയാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ പാപകർമ്മങ്ങൾ. പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മം, ഇത് രണ്ടും ചേർന്നിട്ടുള്ള കർമ്മങ്ങൾ. ഇങ്ങനെ ആകെ 3 തരത്തിലെ കർമ്മങ്ങളുള്ളൂ എന്നാണ് പൂന്താനം പറയുന്നത്. 3ആയിട്ടുള്ളൂ കർമ്മങ്ങളൊക്കെയും. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കർമ്മങ്ങളെയും എടുത്തു നോക്കി കഴിഞ്ഞാൽ ആകെ 3ആയിട്ട് തിരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പുണ്യകർമ്മങ്ങള്, പാപകർമ്മങ്ങള്, ഇത് രണ്ടും മിശ്രമായിട്ടുള്ള കർമ്മവും. പക്ഷെ ഇതൊന്നും നമ്മളെ മുക്തിക്ക് സഹായിക്കുന്നില്ല എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, അടുത്ത വരിയിൽ പറയുന്നത്. ഈ 3 കർമ്മം ചെയ്താലും നമ്മൾ ഈ ലോകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അല്ലെ, ചില ആളുകൾ പറയും, ഞാൻ കർമ്മങ്ങളിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ എൻ്റെ കർമ്മം നന്നാക്കിയാൽ മതി, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു കർമ്മവും നമ്മളെ ഈ ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ മോക്ഷത്തിന് സഹായിക്കുന്നതല്ല എന്നാണ് പൂന്താനം പറയുന്നത്. എന്താണ് പറയുന്നത്? 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. 3 ജാതി പറഞ്ഞു. ഏതൊക്കെയാണ്? പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, മിശ്രമായിട്ടുള്ള കർമ്മം. അതാണ് 3 ജാതി എന്ന് പൂന്താനം പറയുന്നത്. 3 തരം എന്നർത്ഥം. 3 ജാതി, 3 തരം. നിരൂപിച്ചു കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ കർമ്മങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നിരൂപിച്ച് കാണുമ്പോൾ. ഈ കർമ്മങ്ങളെ കുറിച്ച് പഠിക്കണം എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മണാഹി അഭിബോധവ്യം. മനുഷ്യൻ എന്തെങ്കിലും കർമ്മം ചെയ്യാനുള്ളവരല്ല, കർമ്മത്തിനെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണം, കർമ്മത്തിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയും. കർമ്മണാഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോഗതി എന്ന് ഭഗവാൻ പറയുന്നു. മനുഷ്യന്മാർക്ക് മാത്രമേ കർമ്മത്തിനെ കുറിച്ച് പഠിച്ച് കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റു ജീവികൾക്കൊന്നും കർമ്മത്തിനെ കുറിച്ച് പഠിക്കാനോ നിരൂപിക്കാനോ സാധിക്കുകയില്ല. അല്ല, അവരങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള പഠനത്തിനെ കുറിച്ചാണ് പൂന്താനം പറയുന്നത്. എന്താണ്? 3 ജാതി നിരൂപിച്ച് കാണുമ്പോൾ നമ്മൾ ആ കർമ്മത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യണം, പഠിക്കണം, നിരൂപിക്കണം, എന്നിട്ടാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പൊ 3 കർമ്മങ്ങളെ നിരൂപിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. 3 കർമ്മം ചെയ്താലും നമ്മൾക്ക് രക്ഷയില്ല എന്നാണ് പറയുന്നത്. 3 കർമ്മം ചെയ്താലും നമ്മൾക്ക് ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. 3 കർമ്മവും നമ്മളെ ബന്ധിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇത് ഭഗവത്ഗീതയുടെ വേർഷൻ ആണെങ്കിൽ നമ്മൾക്ക് ഈ പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, മിശ്രകർമ്മങ്ങൾ, അതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മൾ സാത്വിക ഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, രജോ ഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, അതേപോലെ തമോ ഗുണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നാണ്. സാത്വിക ഗുണത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത്. സാത്വികരായിട്ടുള്ള ആളുകൾ പുണ്യകർമ്മങ്ങൾ ചെയ്യും. രജോ ഗുണത്തിൽ ഇരിക്കുമ്പോൾ മിശ്രമായിട്ടുള്ള കർമ്മവും ചെയ്യും, പുണ്യവും ചെയ്യും, പാപവും ചെയ്യും. തമോ ഗുണത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പാപകർമ്മങ്ങളായിരിക്കും, നമ്മളെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ. അതാണ് പാപകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ചില ആളുകൾ ആരാധനയുടെ പേരിലൊക്കെ സ്വയം ദ്രോഹിക്കും, നമ്മളെ തന്നെ ദ്രോഹിക്കും. അല്ലെ, നമ്മുടെ കവിളിലൊക്കെ ശൂലം കുത്തിക്കയറ്റുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വയം ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ആരാധനകൾ, അതൊക്കെ തമോ ഗുണത്തിലാണ്. നമ്മളെ ഉപദ്രവിക്കുന്നതാണെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ തമോ ഗുണത്തിലുള്ളതാണ്, അത് പാപകർമ്മങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ 3 തരത്തിലുള്ള കർമ്മങ്ങൾ തന്നെയാണുള്ളത്.
അപ്പൊ പൂന്താനം പറയുന്നത് ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിലാണ്. ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് ഇത് പറയുന്നത്? സത്വരജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം എന്ന് 14-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. സത്വരജ തമ ഇതി ഗുണ പ്രകൃതി സംഭവ. അവിടെ ഗുണം എന്നാണ് പറയുന്നത്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ് എന്ന അർത്ഥമുണ്ട്. കയറ് നമ്മളെ കെട്ടിയിടുന്ന ആ കയറ്. അപ്പം ഇവിടെ പൂന്താനം പറയുന്നത് ചങ്ങല എന്നാണ്. അല്ല, ചങ്ങലയായാലും കയറായാലും എന്ത് തന്നെയാണ്? കെട്ടിയിടാനുള്ളതാണ്, നമ്മളെ ബന്ധിക്കാനുള്ളതാണ്. അപ്പൊ പൂന്താനം ഇവിടെ പറയുന്നു 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. ഭഗവത്ഗീതയിൽ പറയുന്നു സത്വരജസ്തമ ഗുണ ഇതി പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ. നിബധ്നന്തി നമ്മളെ ബന്ധിക്കുന്നു. ദേഹേ ദേഹിനം അവ്യം. അവ്യനായിട്ടുള്ള ജീവനെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ ബന്ധിച്ചു നിർത്തുന്നതാണ് സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് ഇവിടെ പൂന്താനവും പറയുന്നത്. എന്താണ് പറയുന്നത്? പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതു ഒന്നിരുമ്പ് കൊണ്ട് എന്നത്രേ ഭേദങ്ങൾ. രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മം. ചങ്ങല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെവിടെ ബന്ധിച്ചിടുന്നതാണ്. ചങ്ങല കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ആന, നമ്മൾക്കറിയാം, ആനയുടെ കാലിൽ ചങ്ങലയുണ്ടാവും ബന്ധിച്ചു നിർത്താൻ വേണ്ടി, അനങ്ങാൻ സാധിക്കില്ല. അതേപോലെ പുണ്യകർമ്മമായാലും പാപകർമ്മമായാലും മിശ്രകർമ്മമായാലും എല്ലാം ചങ്ങല തന്നെയാണ്, ബന്ധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അല്ലെ, ഒരു വള്ളത്തോൾ പാടിയിട്ടുണ്ട്. എന്താണ്? ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറയും. അല്ലൊരു പക്ഷിയെ നമ്മൾ പിടിച്ചിട്ട് സ്വർണത്തിന്റെ കൂട്ടിലിട്ടു, അതുകൊണ്ട് പക്ഷിക്ക് എന്താ പ്രയോജനം? സ്വർണത്തിന്റെ കൂട്ടിലാണെന്ന് പറയാം, അല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അത് കൂട്ടിനകത്ത് തന്നെ പറക്കാൻ സാധിക്കാതെ കിടക്കുകയാണ്. അല്ലെ, അപ്പം സ്വർണത്തിന്റെ ചങ്ങല എന്ന് പറയുന്നത്, സ്വർണത്തിന്റെ കൂട് എന്ന് പറയുന്നത് പുണ്യകർമ്മങ്ങളാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്താലും നമ്മളിവിടെ തളച്ചു കിടക്കുകയാണ് ചെയ്യുന്നത് എന്ന് പൂന്താനം പറയും. രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും എന്ന് പറയുന്നു. സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും മിശ്രിതമാണ്, സത്വഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും മിശ്രിതമാണ് രജോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ എന്ന് പറയും. ഇതെങ്ങനെയാണ് ബന്ധിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓരോ ഗുണവും നമ്മളെ എങ്ങനെയാണ് ബന്ധിച്ചിടുന്നത്, തളച്ചിടുന്നത് എന്ന് ഭഗവത്ഗീതയിൽ 14-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സത്വം സുഖേ സംജയതി എന്നാണ് പറയുന്നത്. സത്വഗുണമാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നത്? സുഖേ സംജയതി, സുഖം കൊണ്ട് നമ്മളെ ബന്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സത്വഗുണത്തിലിരിക്കുന്ന ആളുകള് അല്ലെങ്കിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകള് ഭൗതികമായിട്ടുള്ള സൗകര്യമുള്ളത് കൊണ്ട്, ഐശ്വര്യമുള്ളത് കൊണ്ട്, ഇവിടെ തന്നെ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവരെന്ത് പറയും? ഇവിടെ സുഖമാണ്, ഞങ്ങൾക്ക് ഈ ജ്ഞാനപ്പാന പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാമം ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മെല്ലെ ഭഗവാനെ ഒഴിവാക്കും. അങ്ങനെ ഭഗവാനെ ഒഴിവാക്കുന്നത് കൊണ്ട് അവരിവിടെ തന്നെ കുടുങ്ങിപ്പോകും. അപ്പൊ ഭൗതിക ഐശ്വര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവർ ഭഗവാനെ ഒഴിവാക്കും. അതാണ് സാത്വിക ഗുണത്തിലുള്ള ബന്ധനം. അതാണ് പറയുന്നത് സത്വം സുഖേ സംജയതി. എനിക്കിവിടെ സുഖമാണ്, നിങ്ങളിവിടെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ ഭഗവത്ഗീത പ്രചരണത്തിനൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കുകയാണെന്ന് ഞങ്ങളെ ദയവായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് എന്ന് പറയും. അവർക്ക് സുഖമാണ്, നല്ല വീട്, നല്ല കാറ്, നല്ല മക്കള്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ജോലി, ഇതൊക്കെ ഉണ്ട്, സുഖമാണ്, ഭൗതിക ലോകത്തിൽ തന്നെ സുഖമാണ് എന്നുള്ള ഒരു ചിന്തയിൽ അവര് കുടുങ്ങിപ്പോകും. സത്വം സുഖേ സഞ്ജയതി. ഇവിടെ പൂന്താനം പറയുന്നു പൊന്നിൻ ചങ്ങല എന്ന് പറയും. സ്വർണം കൊണ്ടുള്ള ചങ്ങല കൊണ്ട് നമ്മൾ കെട്ടിയിടപ്പെടുകയാണ്. ഇനി സത്വം സുഖേ സംജയതി രജകർമ്മണി ഭാരത. രജോ ഗുണം നമ്മൾ എങ്ങനെയാണ് ബന്ധിക്കുന്നത് എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബന്ധിക്കുന്നത്? രജകർമ്മണി ഭാരത. രജോ ഗുണത്തിലുള്ള ആളെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അദ്ദേഹം സുഖത്തിന് വേണ്ടി ഓടി നടക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് എനിക്ക് ഒരുപാട് നേട്ടം ലഭിക്കാനുണ്ട്, ആ നേട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ആ പകൽ ആ വ്യക്തി അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഇത് കേൾക്കാൻ സമയമുണ്ടാവില്ല.
നമ്മൾ ജ്ഞാനപാന യജ്ഞത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാമം ജപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഇന്നലത്തെ വർക്കൊക്കെ പെൻഡിങ് ആണ്, എനിക്ക് സമയമില്ല എന്ന് പറയും. എന്താണ് പറയുന്നത്? രജോഗുണത്തിലുള്ള ബന്ധനമാണ്. രജോഗുണത്തിലുള്ള ബന്ധനം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രജ കർമ്മണി ഭാരത, അദ്ദേഹം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കും രജോഗുണത്തിലുള്ള വ്യക്തി. അതാണ് ഇവിടെ മിശ്രമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും എന്ന് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ഇനി തമോ ഗുണത്തിലുള്ള ചങ്ങല എങ്ങനെയാണ്? അതാണ് ഇരുമ്പിന്റെ ചങ്ങല എന്ന് പൂന്താനം പറയുന്നത്. ഒന്ന് ഇരുമ്പ് കൊണ്ടെന്ന് എന്നത്രേ ഭേദങ്ങൾ തമോ ഗുണത്തിലുള്ള ചങ്ങലയാണ്. തമോ ഗുണം നമ്മൾ എങ്ങനെയാണ് ബന്ധിക്കുന്നത്? തമസ്തജ്ഞാനചം വിധി. തമസ്സിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അജ്ഞാനമാണ്. നമ്മൾക്ക് ഈ ആത്മീയ കാര്യമൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയില്ല. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. അവർക്ക് കണ്ടാലും കേട്ടാലും ഒന്നും മനസ്സിലാവുകയില്ല. അങ്ങനെയുള്ള കാറ്റഗറി ആരാണ്? തമോ ഗുണത്തിലുള്ള ആളുകളാണ്. അതാണ് ഇരുമ്പിന്റെ ചങ്ങല എന്നിവിടെ പൂന്താനം പറഞ്ഞിട്ടുള്ളത്. ജ്ഞാനമാവൃത്യതുത്തമ പ്രമാദേ സഞ്ചയത്യുത. അവർക്ക് എന്താണ് ഇഷ്ടം? അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നല്ലോണം ഭക്ഷണം കഴിക്കാൻ, നല്ലോണം കിടന്നുറങ്ങും. പ്രമാദാലസ്യ നിദ്രാവി തന്നിബധ്നാദി ഭാരത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആലസ്യ നിദ്ര, അവർക്ക് എല്ലാത്തിനും മടിയായിരിക്കും. പിന്നെയോ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്താണ്? നല്ല ഉറങ്ങാം. അല്ല, ഒരു ദിവസത്തിൽ 20-24 മണിക്കൂർ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് അവർ വിചാരിക്കും. അതാണ് ഏറ്റവും സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. എനിക്കിതിനൊന്നും സമയമില്ല. അവർക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അത് തമോ ഗുണം കൊണ്ടുള്ള ബന്ധനമാണ്. അതാണ് ഇരുമ്പിന്റെ ചങ്ങല എന്നിവിടെ പൂന്താനം പറയുന്നത്. അപ്പൊ പുണ്യകർമ്മമായാലും പാപകർമ്മമായാലും മിശ്രകർമ്മമായാലും സത്വഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണമായാലും നമ്മളിവിടെ ബന്ധിച്ചു തന്നെ നിർത്തുകയാണ്. അതൊന്നും മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെ, പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ദേവലോകത്തിലേക്ക് പോകാം, ഉയർന്ന ലോകത്തിലേക്ക് പോകാം. ദേവന്മാരാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ദേവന്മാരായിട്ട് ജനിക്കുന്നത്. ഊർധം ഗച്ഛന്തി സപ്തസ്ഥ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പൂന്താനം ഇനി പറയാൻ പോകുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാം. യെസ്, അപ്പം ഈ ഒരു ഭാഗത്ത് കർമ്മത്തിന്റെ 3 തരം കർമ്മങ്ങളെ കുറിച്ച് പൂന്താനം പറഞ്ഞു. പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. മൂന്നാണെങ്കിലും നമ്മളെ ബന്ധിക്കുകയാണ് എന്നാണ് പറയുന്നത്. 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പ് കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. 2 എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മം. 3 കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ 3 കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. അതിൽ ആ ജീവന്റെ ഗതിയെ കുറിച്ചാണ് പറയുന്നത്. ഈ കർമ്മങ്ങൾ കൊണ്ട് ജീവൻ എങ്ങനെയാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ബ്രഹ്മാവാദിയാം ഇച്ഛയേറുമ്പോളം എന്ന് തുടങ്ങി കർമ്മം കൊണ്ട് കളിക്കുന്നത് ഇങ്ങനെ എന്നുള്ള ഭാഗം നമുക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. അരതി ആൻഡ് അഞ്ജലി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ബ്രഹ്മവാദിയായി ജയിടുമ്പോഴും കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതോ ഭുവനാന്ത്യ പ്രളയം കഴിവോളും കർമ്മപാശത്തെ ലംഘിക്കയെന്നതോ ബ്രഹ്മവിന്നു മേഴുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാക്കിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ
ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ബ്രഹ്മാവാദിയാം ഈച്ചയെറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാൽ. അപ്പൊ ബ്രഹ്മാവ് വരെ കർമ്മബന്ധനത്തിൽ പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഈശ്വരനല്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മാവും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവ് ആദിയ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് ആദിയായിട്ട്. എന്തുകൊണ്ടാണ് ബ്രഹ്മാവാദിയ എന്ന് പറയുന്നത്? ബ്രഹ്മാവാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള ദേവൻ അല്ലെ. ഈ ഭൗതിക ലോകത്തിലെ ആദ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ബ്രഹ്മാവാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ പത്മനാഭസ്വാമിയുടെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബ്രഹ്മാവാണ് ഈ ലോകത്തിലെ ആദ്യത്തെ ദേവൻ. ആ ആദ്യത്തെ ദേവനിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ദേവന്മാരും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മഹർഷീശ്വരന്മാരും മനുക്കന്മാരും മറ്റു ദേവന്മാരും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാവിൽ നിന്നാണ്. ഇപ്പൊ ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദേവന്മാരുടെ കാര്യം പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മാവാദിയ എന്നാണ് പറയുന്നത്. ബ്രഹ്മാവാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മാവ് മുതലായ എന്നാണ് അർത്ഥം. ബ്രഹ്മാവ് തുടങ്ങി എന്ന് പറയും. എക്സെട്ര എന്ന് നമ്മൾ പറയല്ലോ, അതാണ് ആദിയ എന്ന് പറയുന്നത്. ബ്രഹ്മാവാദിയ ഈച്ചയേറുമ്പോളം, ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ജീവി വരെ, ഈച്ച, ഉറുമ്പ് തുടങ്ങിയ ചെറിയ ചെറിയ ജീവികളെ വരെ എന്താണ്? കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാൽ അവരെല്ലാം കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത്. അവരൊക്കെ അവരുടെ കർമ്മം തീരുന്നത് വരെ ആ ശരീരത്തിൽ തന്നെ കടക്കണം എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ അവസ്ഥയെക്കുറിച്ചാണ് അടുത്ത വരിയിൽ പറയുന്നത്. ഭുവനങ്ങളെ സൃഷ്ടിക്കുകയെന്നതു ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കുകയെന്നതു ബ്രഹ്മാവിനും എളുതല്ല നിർണയം എന്ന് പറയും. ബ്രഹ്മാവിന് പോലും ഈ കർമ്മബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എളുപ്പമല്ല, അത്ര ഈസി അല്ല എന്നാണ് പറയുന്നത്. എളുതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല എന്നാണ് അർത്ഥം. ബ്രഹ്മാവിന് പോലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കർമ്മപാശത്തെ ലംഘിക്കുക എന്നതും ബ്രഹ്മാവിനും എളുതല്ല നിർണയം. എപ്പോഴാണ് ബ്രഹ്മാവിന്റെ കർമ്മം തീരുന്നത്? ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നത് ഭുവനാന്ത്യ പ്രളയം കഴിവാണ്. ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി എന്താണ്? ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളെ സൃഷ്ടിക്കുക, ആ ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുക. ഇതാണ് ബ്രഹ്മാവിന്റെ ഡ്യൂട്ടി അല്ലെ. ബ്രഹ്മാവാണ് ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ എത്ര ജനനങ്ങളാണ് നടക്കുന്നത്, എത്രയോ ജീവജാലങ്ങൾ ജനിക്കുന്നു അല്ലെ. മനുഷ്യൻ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ എത്രയോ ജീവജാലങ്ങൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഏത് ഗവൺമെന്റാണ് നിയന്ത്രിക്കുന്നത് അല്ലെ? നമ്മുടെ കേരള ഗവൺമെന്റ് ആണോ നിയന്ത്രിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ആണോ നിയന്ത്രിക്കുന്നത്? അവർക്കൊന്നും ഇതിൽ യാതൊരു നിയന്ത്രണവുമില്ല. അവരൊന്നും അറിയുന്ന പോലും ഇല്ല ഏതൊക്കെ ജീവികളാണ് ജനിക്കുന്നത് എന്നൊന്നും അവരറിയുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റ് വേറെയാണ് അല്ല, അത് ബ്രഹ്മാവിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡ്യൂട്ടിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്നത് ഭുവനാന്ത്യ പ്രളയം കഴിവോളം. എത്ര കാലം ബ്രഹ്മാവ് സൃഷ്ടി നടത്തും? ഭുവനാന്ത്യ പ്രളയം കഴിവോളം. ഈ മുഴുവൻ പ്രപഞ്ചവും നശിക്കുന്നത് വരെ. മഹാപ്രളയം, ഭുവനാന്ത്യ പ്രളയം എന്ന് പറയുന്നത് മഹാപ്രളയത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പ്രളയങ്ങൾ ഉള്ളതായിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അല്ലെ. ഓരോ കൽപ്പം കഴിയുന്ന സമയത്തും ചെറിയൊരു പ്രളയം ഉണ്ടാകും. ഇത് പൂന്താനം ഇവിടെ ഏത് പ്രളയത്തിനെ കുറിച്ചാണ് പറയുന്നത്? ഭുവനാന്ത്യ പ്രളയത്തിനെ കുറിച്ച്, ഏറ്റവും അവസാനത്തെ അൾട്ടിമേറ്റ് ഡെസില്യൂഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവസാനത്തെ പ്രളയം അത് എത്ര കാലം കഴിയുമ്പോഴാണ്? അത് ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോഴാണ് ഈ ഭുവനാന്ത്യ പ്രളയം ഉണ്ടാകുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 100 ദേവവർഷം. ഭഗവത്ഗീതയിൽ സഹസ്രയുഗ
പര്യന്തം. അതെന്താണ്? ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. ബ്രഹ്മാവിന്റെ 12 മണിക്കൂറാണ് സഹസ്രയുഗ പര്യന്തം. അഹര്യത് ബ്രഹ്മണോ വിദു. അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയം എന്നാണ്. 12 മണിക്കൂർ. ബ്രഹ്മാവിന്റെ 12 മണിക്കൂറാണ് 1000 ചതുർയുഗങ്ങൾ. ബ്രഹ്മാവിന്റെ 12 മണിക്കൂർ. അത്ര തന്നെ രാത്രി. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ചതുർയുഗങ്ങളാണ്. അതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദു. രാത്രിം യുഗസഹസ്രാന്തം. അത്ര തന്നെ രാത്രിയും ഉണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പം ബ്രഹ്മാവിന്റെ ഒരു ദിവസം എത്രയാണ്? 2000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. ബ്രഹ്മാവിന്റെ ആയുസ് എത്രയാണ്? ബ്രഹ്മാവിന്റെ ആയുസ് 100 വർഷമാണ്. അപ്പൊ 100 വർഷമാകണമെങ്കിൽ എത്ര ദിവസം കഴിയണം? ഇങ്ങനെ എത്ര ദിവസം കഴിയണം? ഒരു ദിവസം 2000 ചതുർയുഗം. ആ 2000 ചതുർയുഗങ്ങൾ ഇൻറ്റു 30 കൂട്ടി കഴിഞ്ഞാൽ ഒരു മാസം കിട്ടും. ബ്രഹ്മാവിന്റെ ഒരു മാസം. അത്രയും വർഷം. അത് ഇൻറ്റു 12 നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ബ്രഹ്മാവിന്റെ ഒരു വർഷം കിട്ടും. അത് ഇൻറ്റു 100. ഇത്രയാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് പറയുന്നത് എത്രയാണ്? 3,11,40,000 കോടി വർഷമാണ്. 3,11,40,000 കോടി വർഷമാണ് നമ്മുടെ മനുഷ്യവർഷമാണ് ബ്രഹ്മാവിന്റെ 100 വർഷം, അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ ആയുസ്. ആ ബ്രഹ്മാവിന്റെ ആയുസ് തീരുന്ന സമയത്ത് ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെ ഭുവനാന്ത്യ പ്രളയം ഉണ്ടാകും. ആ ഭുവനാന്ത്യ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ബ്രഹ്മാവിന് തിരിച്ചു പോകാം എന്ന് പറയും. അപ്പൊ അതുവരെ ബ്രഹ്മാവിന് രക്ഷയില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കോടി വർഷം, 3 ലക്ഷത്തി എത്രയാണ് നമ്മൾ പറഞ്ഞത്? 3,11,40,000 കോടി വർഷം. ഇതാണ് ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്. അത്രയും വർഷം കഴിയുന്നത് വരെ ബ്രഹ്മാവിനും അങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കണം. ബ്രഹ്മാവിന് രക്ഷയില്ല എന്നാണ് പറയുന്നത്. കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ഹരേ കൃഷ്ണ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കൂ. ഓക്കെ. കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ഇത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന എന്ന് പറയുന്നുണ്ട്. 8ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകത്തിൽ. ഹരേ കൃഷ്ണ. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടോ? യമുന പുഷ്പൻ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? എന്താണ് പൂന്താനം പറയുന്നത്? കർമ്മപാശത്തെ ലംഘിക്കുക എന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ദിക്പാലന്മാരും അവണ്ണം ഓരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു എന്നാണ് പറയുന്നത്. ദിക്പാലകന്മാരും ഓരോ ദിക്കിലും കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത്. അവരും സ്വതന്ത്രരല്ല എന്നാണ് പറയുന്നത്. അവർക്കും സ്വതന്ത്രമായിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അഷ്ടദിക്പാലകന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഓരോ ദിക്കിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 8 ദിക്പാലകന്മാർ ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊടിമരം ഉണ്ടാകും. ആ കൊടിമരത്തിന്റെ താഴെ 8 ആളുകൾ 8 ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരാരാണ്? അവരാണ് ഈ ദിക്പാലകന്മാരെന്ന് പറയുന്നത്. ഓരോ ദിക്കിനെയും സംരക്ഷിക്കാനുള്ള ദേവന്മാരാണ്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, വായു. പ്രഭുജി ദിക്പാലന്മാർ എന്ന് പറയാ? പ്രഭുജി ദിക്പാലന്മാർ എന്ന് പറയാ? ദിക്പാലന്മാരുടെ പേരാണ് പറയുന്നത്. ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി, യമൻ, നിരുതി, കുബേരൻ, ഈശൻ. ഇങ്ങനെ 8 ദേവന്മാരുണ്ട്. ഈ 8 ദേവന്മാരെയാണ് അഷ്ടദിക്പാലകന്മാരെന്ന് വിളിക്കുന്നത്. അപ്പൊ അവർക്കും സ്വാതന്ത്ര്യമില്ല എന്നാണ് പറയുന്നത്. അവർക്കും കർമ്മ സ്വാതന്ത്ര്യമില്ല. അവരും ഓരോ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെയൊക്കെ ആയുസ് വളരെ കൂടുതലാണ്. നമ്മളെ പോലെയുള്ള ആയുസ്സല്ല. ഇപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ് തന്നെ നമ്മൾ കേട്ടു അല്ലെ? നമുക്ക് അതൊന്നുകൂടി പറയോ?
ദിക്പാലകന്മാര് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം മാതാജി. ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാം. എല്ലാവരും മ്യൂട്ട് ചെയ്യോ? അല്ല അഷ്ടദിക്പാലന്മാരൊന്നും പറഞ്ഞാൽ മതിയെന്ന്. അത് ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കാലോ മാതാജി. സംശയങ്ങൾ ചോദിക്കാൻ നമുക്ക് അവസാന സമയമുണ്ട്. അവസാനത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പേരും പറയാം. ഓക്കെ, യെസ്. അപ്പൊ അഷ്ടദിക്പാലകന്മാർ പോലും ഈ കർമ്മത്തിൽ നിന്ന് മുക്തരല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദേവന്മാർക്കൊക്കെ ഉയർന്ന ആയുസ്സാണ് എന്നും പറയുന്നു അല്ലെ. ബ്രഹ്മാവിന്റെ ആയുസ് പറഞ്ഞു. ബ്രഹ്മാവിന് എത്രയാണ് ആയുസ്? 3,11,40,000 കോടി വർഷമാണ്. ദേവന്മാരുടെ ആയുസ്സും പിതൃലോകത്തിലെ ആയുസ്സും ഒക്കെ ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. പിതൃലോകത്തിൽ എത്രയാണ് ആയുസ്, ദേവലോകത്തിൽ എത്രയാണ് ആയുസ് എന്നൊക്കെ പറയുന്നുണ്ട്. 3-ാമത്തെ സ്കന്ധത്തില്, ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. 3-ാം സ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 11-12 ശ്ലോകങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പിതൃലോകത്തിലെ ആയുസ് എത്രയാണ്, അതേപോലെ ദേവലോകത്തിലെ ആയുസ് എത്രയാണ്. 3-ാം സ്കന്ധം 11-ാം അധ്യായം 11-ാമത്തെ ശ്ലോകവും 12-ാമത്തെ ശ്ലോകം. 11-ാമത്തെ ശ്ലോകത്തിൽ പിതൃലോകത്തിലെ ആയുസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ പിതൃലോകത്തിലെ സമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. 12-ാമത്തെ ശ്ലോകത്തില് ദേവലോകത്തിലെ സമയത്തിനെ കുറിച്ച് പറയും. അപ്പൊ പിതൃലോകത്തില് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസമാണ് എന്നാണ് പറയുന്നത്. പിതൃലോകത്തില് നമ്മുടെ ഒരു മാസമാകണം പിതൃലോകത്തിൽ ഒരു ദിവസം കഴിയാൻ. ഒരു രാത്രിയും ഒരു പകലും. നമ്മുടെ ഇവിടെ വെളുത്തപക്ഷം കറുത്തപക്ഷം എന്ന് പറയുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ചന്ദ്രൻ ചെറുതായി വരുന്ന സമയമാണ് കൃഷ്ണപക്ഷം അല്ലെങ്കിൽ കറുത്തപക്ഷം എന്ന് പറയുന്നത്. ചന്ദ്രൻ വൃദ്ധി പ്രാപിച്ച് പൂർണ്ണചന്ദ്രനാകുന്ന സമയമാണ് വെളുത്തപക്ഷം എന്ന് പറയുന്നത്. ഇത് രണ്ടും 15 ദിവസം വീതമാണ്. വെളുത്തപക്ഷം 15 ദിവസം, കറുത്തപക്ഷം 15 ദിവസം, രണ്ടും ചേരുമ്പോൾ ഒരു മാസമായി. ആ കറുത്തപക്ഷം എന്ന് പറയുന്നത് പിതൃലോകത്തിൽ രാത്രിയാണ്. 15 ദിവസം അവിടെ രാത്രിയാണ്, 15 ദിവസം അവിടെ പകലുമാണ്. ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു മാസമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കണ്ടിട്ടുണ്ടാവും പിതൃപൂജ ചെയ്യുന്ന ആളുകളൊക്കെ പണ്ട് കാലങ്ങളിൽ ഓരോ മാസം പിതൃക്കൾക്ക് പൂജ ചെയ്യാറുണ്ട് അല്ലെ. കർത്തവാവ് ദിവസം അവർ പിതൃപൂജ ചെയ്യും. അത് ഓരോ മാസം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ പിതൃക്കൾക്ക് ഒരു ദിവസമായിട്ടുള്ള ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ഓരോ ദിവസവും അവർക്ക് നിവേദ്യം കൊടുക്കുന്നത് പോലെയാണ്. നമ്മൾ ഓരോ മാസം ചെയ്യുന്നത് ഓരോ ദിവസവും അവർക്ക് കൊടുക്കുന്നത് പോലെയാണ്. കാരണം ഇവിടുത്തെ ഒരു മാസമാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അതേപോലെ ദേവലോകത്തിലെ സമയത്തിന്റെ വ്യത്യാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗലോകത്തിലെ സമയം, ദേവന്മാരുടെ സമയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തില്. ഇവിടുത്തെ 6 മാസം, ഇവിടെ 6 മാസം, ഭൂമിയിൽ 6 മാസം ഉത്തരായണ സമയമാണ്, ഉത്തരായണ മാസമാണ്. അതേപോലെ 6 മാസം ദക്ഷിണായന സമയമാണ്, സൂര്യന്റെ ചലനം അനുസരിച്ചിട്ട്. അത് അങ്ങനെ 6 മാസം കൂടുന്ന സമയത്ത് ഒരു വർഷമായി അല്ലെ. നമ്മുടെ ഒരു വർഷമാണ് ദേവലോകത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. ദേവലോകത്തിലെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷമാണ്. ഉത്തരായണ കാലം ദേവന്മാരുടെ പകൽ സമയമാണ്. ഉത്തരായണ സമയമാണ് ദേവന്മാരുടെ പകൽ സമയം. ദക്ഷിണായന സമയം ദേവന്മാർ ഉറങ്ങുന്ന സമയമാണ്. 6 മാസം അവർ ഉറങ്ങുകയായിരിക്കും, 6 മാസം അവർ ആക്റ്റീവ് ആയിരിക്കും. ഒരു വർഷമാണ് നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം. ഇങ്ങനെ ഓരോ ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സമയത്തിൽ വ്യത്യാസമുണ്ട്. അതേപോലെയാണ് ബ്രഹ്മലോകത്തിന്റെ കേസും പറഞ്ഞത്, ബ്രഹ്മലോകത്തിന്റെ അവസ്ഥയും പറഞ്ഞത്. എന്താണ്? സഹസ്രയുഗ പര്യന്തം ഹരിയത് ബ്രഹ്മണോവിധം. ബ്രഹ്മലോകത്തില് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 1000 ചതുർയുഗങ്ങളാണ്. ഇങ്ങനെ സമയത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ചെറുതാണ്. ബ്രഹ്മാവ് ഒന്ന് നോക്കി കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആയുസ് തീരും അല്ലെ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആയുസ് വളരെ ക്ഷണഭങ്കുരമാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു ശ്ലോകമുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ആയുസ്സിനെ കുറിച്ച് പറയുന്നു. നമ്മൾ രാമായണ കാലത്ത് രാമായണം വായിക്കാറുണ്ട്. എഴുത്തച്ഛൻ പറയുന്നുണ്ട് കിളിപ്പാട്ടിൽ. വന്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. സുധാമാതാജി പറഞ്ഞു, വന്നി സംതപ്ത ലോഹസ്താംബു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ക്ഷണഭംഗുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നൽ അടിക്കുന്ന സമയം. ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു മിന്നൽ അടിക്കുന്ന സമയമേ ഉള്ളൂ. ക്ഷണഭംഗുരമാണ്. വന്നി സംതപ്ത ലോഹസ്താംബു ബിന്ദുനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വന്നി സംതപ്ത ലോഹസ്താംബു ബിന്ദുനാം എന്നാണ് അവിടെ എഴുത്തച്ഛൻ പറയുന്നത്, അല്ലെ? ഈ ചുട്ടുപഴുത്ത ഈ ആയുധശാലയിൽ അവര് ഇരുമ്പ് ചുട്ടുപഴുപ്പിക്കും, അടിച്ച് ഷെയ്പ്പാക്കാൻ വേണ്ടിയിട്ട്. ആ ചുട്ടുപഴുത്ത ഇരുമ്പിന്റെ മുകളിൽ അവരൊരു തുള്ളി വെള്ളം എത്തിക്കും. അതാണ് വന്നി സംതപ്ത ലോഹം. അമ്പുബിന്ദുന അത് എത്ര കാലം നിൽക്കും? ആ ചുട്ടുപഴുത്ത അഗ്നിയിൽ കുറച്ച് വെള്ളം ഒറ്റിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഷൂ എന്ന് പറഞ്ഞു പോകും. ആ സമയമേ ഉള്ളൂ നമ്മുടെ ആയുസ് എന്നാണ് പറയുന്നത്. വന്നി സംതപ്ത ലോഹസ്താംബു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്നാണ് പറയുന്നത്. ഇവിടെ പൂന്താനം എന്താണ് പറയുന്നത്? അല്പകർമ്മികളായ നാം എല്ലാം അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ. അല്പകാലം എന്നാണ് പൂന്താനം പറയുന്നത്. അല്പകാലം, വളരെ കുറച്ച് നമ്മുടെ ടൈം പീരീഡ് ഉള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ശരീരം മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്പകാലം കൊണ്ട് ഓരോരോ ജന്തുക്കൾ ഈ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു, ആ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ കർമ്മത്തിന്റെ ഗതി എന്നാണ് പറയുന്നത്. ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടു കർമ്മം കൊണ്ട് കളിക്കുന്നത് ഇങ്ങനെ. നമ്മളിങ്ങനെ കർമ്മം കൊണ്ട് കളിച്ചു നടക്കുകയാണെന്നാണ് പറയുന്നത്, അല്ലെ? എന്താണ് നമ്മുടെ കളി? എന്താണ് ജീവൻ ഈ ഭൗതികലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടു കർമ്മം കൊണ്ട് കളിക്കുന്നത്. എന്താണ് ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗർഭപാത്രത്തിലേക്ക് ഓരോ ഗർഭപാത്രം മാറി മാറി കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാനാണ് അർത്ഥം, പ്രവേശിക്കുക. ഒരു ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു, ഒരു പട്ടിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു, അടുത്ത ജന്മത്തില് ഒരു പൂച്ചയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ ഒരു കാക്കയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു, പിന്നെ ഒരു പുഴുവിന്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗർഭങ്ങളിലേക്ക് പ്രവേശിക്കുകയും അതിൽ നിന്ന് പുറത്തേക്ക് വരികയും. പുക്കും പുറപ്പെട്ടു. പുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേശിക്കുക, പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരിക. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പൂന്താനം പറയുന്നത്. ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടു കർമ്മം കൊണ്ടു കളിക്കുന്നത് ഇങ്ങനെ എന്ന് പറയും. ഇനി അതിന്റെ കർമ്മം, എന്തെല്ലാം കർമ്മമാണ് നമ്മളെ ഉയർന്ന തരത്തിലുള്ള ശരീരം സ്വീകരിക്കാൻ പ്രാപ്തമാക്കുന്നത്, എന്തെല്ലാം കർമ്മമാണ് നമ്മളെ താഴ്ന്ന ശരീരങ്ങൾ പ്രാപ്തമാക്കാൻ സഹായിക്കുന്നത് എന്നാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. ഇന്ന് നമ്മൾക്ക് ആ ഭാഗം കൂടി വായിക്കും, അതിനുശേഷം നമുക്ക് സംശയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. യെസ്, അവസാനത്തെ ഭാഗം കൂടി വായിച്ചോളൂ മാതാജി, അതിനുശേഷം വായിച്ചോളൂ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ ഹരേ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളോടുങ്ങി മനസ്സിന്റെ പരിപാകവും വന്നു ക്രമത്താലേ നരജാതിയിൽ വന്നു പിറന്നിട്ടു. സുകൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിപാകവുമെള്ളോളമില്ലവർ പരിചോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നോരാ ദുരിതത്തിൻ ബലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ
സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ആരതി, അഞ്ജലി ആൻഡ് സ്വപ്നമതജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഏതെല്ലാം കർമ്മം അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തി വ്യത്യസ്ത ലോകങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നു. ഒരു ജീവൻ മനുഷ്യജന്മം എടുത്തിട്ടും ഭഗവാനെ സമീപിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭക്തിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ആ വ്യക്തി എങ്ങോട്ടാണ് പോകുന്നത്? ആ വ്യക്തി മരിക്കുന്ന സമയത്ത് യമധർമ്മ രാജാവിന്റെ ദൂതന്മാരാണ് വരുന്നത് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. വിഷ്ണു ദൂതന്മാർ വരുന്നില്ല, ഭക്തിയിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട്. യമധർമ്മ രാജാവിന്റെ ദൂതന്മാർ വരുന്നു. ആ യമധർമ്മ രാജാവിന്റെ ദൂതന്മാരാണ് വരുന്നതെങ്കിൽ ഉറപ്പിക്കാം അവരെങ്ങോട്ടാണ് പോകുന്നത്? നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത്. യമകിങ്കരന്മാർ കൊണ്ടുപോവുകയാണെങ്കിൽ നരകങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നരകങ്ങളിൽ പോയി ഒരുപാട് ദുരിതങ്ങൾ അവർ അവിടെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. നരകങ്ങളിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങൾ ഉണ്ട് എന്ന് ഭാഗവതത്തില് 5-ാം സ്കന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട്, അല്ലെ? കുംഭീഭാഗം, ക്ഷാര മർദ്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങളുടെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തുമുള്ള ശിക്ഷകളെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള നരകങ്ങൾ. അവിടെ ആ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ആ നരകങ്ങളിലെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിന്റെ പരിഭാഗവും വന്നു. അപ്പൊ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ ജീവൻ എന്ത് വിചാരിക്കും? ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല, ഭഗവാനെ സേവിക്കാം, ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാം എന്ന് വിചാരിക്കും. അതിനാണ് മനസ്സിന്റെ പരിഭാഗം എന്ന് പറയുന്നത്. ഇനി ഞാൻ നല്ല രീതിയിൽ ജീവിക്കാം എന്ന് ചിന്തിക്കും. അങ്ങനെ പരിഭാഗം വന്നു കഴിഞ്ഞാൽ ആ ജീവനെ വീണ്ടും ഭൂമിയിലേക്ക് പറഞ്ഞയക്കും. പക്ഷെ ഭൂമിയിൽ ജനിക്കുന്നത് എങ്ങനെയാണ്? ഏത് ശരീരമാണ്? ഒരിക്കലും നേരിട്ട് മനുഷ്യജന്മം വീണ്ടും കിട്ടുന്നില്ല. നരകത്തിൽ നിന്ന് വരുന്ന സമയത്ത് നേരിട്ട് മനുഷ്യജന്മം കിട്ടുന്നില്ല. അതിന് വീണ്ടും മറ്റു ജീവികളായിട്ട് ജനിക്കണം എന്നിവിടെ പറയുന്നു. എന്താണ് പറയുന്നത്? പരിഭാഗവും വന്നു ക്രമത്താലേ എന്നാണ് പറയുന്നത്. ക്രമത്താലെ, ക്രമമായിട്ടേ അടുത്ത മനുഷ്യജന്മം കിട്ടുകയുള്ളൂ. ക്രമത്താലേ നരജാതിയിൽ വന്ന് പിറന്നിട്ട്, അല്ലെ? ഇത് ഭാഗവതത്തിലും പറയുന്ന കാര്യമാണ്. ഭാഗവതത്തില് 3-ാമത്തെ സ്കന്ധം 30-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകത്തിലും ഇതേ വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രമശ അനുക്രമ്യ എന്ന് പറയും. ക്രമേണ, അനുക്രമമായിട്ട് മനുഷ്യജന്മം കിട്ടും എന്നാണ് പറയുന്നത്. അധസ്ഥാ നരലോകസ്യ ക്രമശ അനുക്രമ്യ. കയറി കയറി വരണം. നരകത്തിൽ നിന്ന് നേരിട്ട് നമുക്ക് അടുത്ത മനുഷ്യജന്മം കിട്ടുന്നില്ല. വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ, ജലജാ നവലക്ഷാണി, ഥാവര ലക്ഷവിംശതി എന്ന് പത്മപുരാണത്തിൽ ഓരോ ജീവജാലങ്ങളുടെ എണ്ണം പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പരിണാമങ്ങളൊക്കെ സംഭവിച്ച് ക്രമത്താലെ, പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്ന് പിറന്നിട്ട് ക്രമേണ അവസാനം ചാൻസ് കിട്ടും മനുഷ്യനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ദുർലഭം മാനുഷം ജന്മം എന്ന് പറയുന്നത്. മനുഷ്യജന്മം അത്ര ഈസി ആയിട്ട് കിട്ടുന്നതല്ല. വീണ്ടും താഴത്ത് പോയി ചുറ്റിക്കറങ്ങിയിട്ട് വേണം മനുഷ്യജന്മ വീണ്ടും കിട്ടാനെന്നാണ് പറയുന്നത്. ക്രമത്താലേ നരജാതിയിൽ വന്ന് പിറന്നിട്ട് സുകൃതം ചെയ്ത് മേൽപോട്ട് പോയവർ. പിന്നെ വീണ്ടും മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യും. പുണ്യകർമ്മങ്ങൾ ചെയ്താൽ എങ്ങോട്ട് പോകാം? ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം, മേൽപോട്ട് പോകാം എന്നാണ് പൂന്താനം പറയുന്നത്. സുകൃതം ചെയ്ത് മേൽപോട്ട് പോയവർ. സുകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യകർമ്മങ്ങൾ, ദാനം, തപസ്, മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ, പുണ്യകർമ്മങ്ങൾ, സാത്വിക ഗുണത്തിലുള്ള കർമ്മങ്ങൾ. അവര് ഉയർന്ന സ്വർഗലോകങ്ങളിലേക്ക് പോകും. ഭഗവത്ഗീതയിലും അത് പറയുന്നുണ്ട്. ഊർധം ഗച്ഛന്തി സത്വസ്ഥ എന്ന് പറയുന്നു. 14-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം. ഊർധം ഗച്ഛന്തി സത്വസ്ഥ. ഊർധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ലോകം. ഇവിടെ പൂന്താനം പറയുന്നു മേൽപോട്ട് എന്ന് പറയും. മുകളിലേക്ക്, ഉയർന്ന ലോകത്തിലേക്ക് പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? സുഖിച്ചിടുന്നു സത്യലോകത്തോളം. മേൽപോട്ട് വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളുണ്ട്, അല്ലെ? സ്വർഗലോകങ്ങൾ, ജനലോകം, തപലോകം, മഹർലോകം, സത്യലോകം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉയർന്ന ലോകങ്ങളുണ്ട്. അവിടെയൊക്കെ
ആ വ്യക്തിക്ക് സുഖ സൗകര്യങ്ങൾ ഒരുപാടുണ്ടാവും. തേത്വം ഭുക്ത സ്വർഗലോകം വിശാലം, വിശാലമായിട്ടുള്ള സ്വർഗീയ ഗ്രഹങ്ങൾ അവിടെ അവിടെ സുഖങ്ങളൊക്കെ അനുഭവിക്കാം എന്ന് 9-ാമത്തെ അധ്യായത്തിൽ, ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തേത്വം ഭുക്ത സ്വർഗലോകം വിശാലം, ഒരുപാട് കാലം അവിടെ ജീവിക്കാം. എന്നിട്ട് എന്ത് സംഭവിക്കും? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നമ്മുടെ ആ സുഹൃതങ്ങളൊക്കെ ഒടുങ്ങുന്ന സമയത്ത്, നമ്മുടെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നാണ് പറയുന്നത്. സുഹൃതങ്ങൾ ഒക്കെ ഒടുങ്ങുമ്പോൾ ക്ഷീണേ പുണ്യേ, ഭഗവത്ഗീതയിൽ ക്ഷീണേ പുണ്യേ എന്ന് പറയുന്നു. പൂന്താനം പറയുന്നു സുഹൃതങ്ങളൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവും എള്ളോളമില്ലവർ പരിചൊടങ്ങിയിരുന്നു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ. അവരുടെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറയും. ഇനി ദുരിതം ചെയ്ത ആളുകളാണെങ്കിലോ, മനുഷ്യജന്മം കിട്ടിയിട്ടും പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിലോ അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ദുരിതം ചെയ്തു ചത്തവർ വന്നവരാ ദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴും. മനുഷ്യജന്മം കിട്ടിയിട്ടും താഴ്ന്ന തരം പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഉയർന്ന ലോകത്തിലേക്ക് പോകുന്നില്ല, അവർ നരകീയ ലോകങ്ങളിലേക്കാണ് വീണ്ടും അവരെ പറഞ്ഞയക്കുന്നത് എന്നാണ് പറയുന്നത്. ഗീതയിൽ എന്താണ് പറയുന്നത്? ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഗന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസ. തമോ ഗുണത്തിൽ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അധോ ഗച്ഛന്തി, താഴ്ന്ന ലോകങ്ങളിലേക്ക്, നരകീയ ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു 3 ഗുണങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ ഗതി, ജീവന്റെ ഗതി. ചില ആളുകൾ പുണ്യകർമ്മം ചെയ്ത് മുകളിലേക്ക് പോകും, ചില ആളുകൾ പാപകർമ്മം ചെയ്ത് നരകീയ ലോകങ്ങളിലേക്ക് പോകും. പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും തിരിച്ചു ഭൂമിയിലേക്ക് വരണം. അവിടെ നരകത്തിൽ പാപം അനുഭവിച്ച് നമ്മൾക്ക് പരിഭാഗം വരുന്ന സമയത്ത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരണം. ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ശരീരങ്ങളാണ് ഓരോ ജീവാത്മാവും എടുക്കുന്നത് എന്ന് വിശദമായിട്ട് പൂന്താനം ഇനി അടുത്ത വരികളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതിൽ കണ്ട പദ്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ, കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങളൊക്കെ ഇപ്പം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സ്മിത മാതാജി പറഞ്ഞു. ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ അതില് 3,11,00,000, എനിക്കത് കംപ്ലീറ്റ് എഴുതാൻ പറ്റിയില്ല പ്രഭുജി, അതുകൊണ്ട് 3,11,40,000 ഫുൾ കിട്ടിയില്ല പ്രഭുജി. 40,000 കോടി, 40,000 കോടി മനുഷ്യ വർഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഇപ്പം അത് കിട്ടാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. എങ്ങനെയാണ് കിട്ടുന്നത്? സഹസ്രയുഗ പര്യന്തം എന്ന് പറഞ്ഞു. അപ്പൊ 2000 യുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. ആ 2000 യുഗങ്ങൾ എത്ര വർഷമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു മാസത്തിന്റെ ദൈർഘ്യം കിട്ടും. അതിനെ 12 കൊണ്ട് വീണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു വർഷത്തിന്റെ ദൈർഘ്യം കിട്ടും. അതിനെ വീണ്ടും 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു ആയുസ്സിന്റെ ദൈർഘ്യം കിട്ടും. അങ്ങനെ ആ ആയുസ്സാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 3,11,40,000 കോടി മനുഷ്യവർഷം എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ പ്രഭുജി. വേറെ ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ സുഹൃതം ചെയ്ത് മേൽപോട്ട് പോയവർ പിന്നെ അവിടുത്തെ അവരെ പുണ്യം ക്ഷയിക്കുമ്പോൾ അവർ വീണ്ടും ഭൂമിയിലേക്ക് വേറെ ജന്മം എടുക്കാൻ വരുന്നു. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഭഗവാനെ നമ്മൾ അങ്ങനെ മനസ്സിരുത്തി സേവിച്ചാൽ, ഭക്തിയോടുകൂടി ഭഗവാനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാര വലയത്തിൽ നിന്ന് നമ്മൾ മുക്തരായിട്ട് ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് പ്രഭുജി. അപ്പൊ ഇവിടെ ഈ 2 സ്ഥലത്തും ഇത് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നുണ്ടോ? അത് ഇല്ല, യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. കാരണം ഇവിടെ ഭക്തിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. കർമ്മങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ സുഹൃതത്തിനെ കുറിച്ചാണ് പറയുന്നത്. സുഹൃതവും ഭക്തിയും, ഈ പുണ്യകർമ്മങ്ങൾ ഭക്തിയല്ല. പുണ്യകർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള നിലവാരത്തിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആണ്. അതാണ് പുണ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഭക്തിയില്ല. ഭക്തി ഭഗവാന്റെ സേവനമാണ്. അത് ഭക്തി വേറെ കാറ്റഗറി. അത് പറയുന്നുണ്ട്, ഇനി വരാൻ പോകുന്നുണ്ട്, ഭക്തിയെ കുറിച്ച് പറയും.
ഓക്കെ സുഹൃതം ഭക്തിയുടെ കാറ്റഗറിയിൽ വരുന്നതല്ല, അത് പുണ്യകർമ്മങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സ്വർണത്തിന്റെ ചങ്ങലയാണ് ഇത് എന്ന് പറയുന്നത്. പുണ്യകർമ്മങ്ങൾ സ്വർണത്തിന്റെ ചങ്ങലയാണ്. അത് നമ്മളെ ബന്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഈ ഭൗതിക ലോകത്തിന്റെ പുറത്ത് കിടക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയും പൂന്താനം തന്നെ പറയുന്നത്. ശരി പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശിവ മാതാജി പറഞ്ഞു. പൊന്താനത്തിന്റെ ഗുരുവിനെ കുറിച്ചിട്ട് ഒന്ന് പറയാവോ? അതറിയില്ല പ്രഭു. യെസ്, അത് വ്യക്തമല്ല. പൂന്താനത്തിന്റെ ഗുരുവിനെ കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഗുരു ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് തന്നെ ഗുരുവിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ്. അല്ല, അദ്ദേഹം ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ കീഴിൽ ഭക്തി ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം ഗുരുവിന്റെ പ്രാധാന്യം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരു ആരാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രദ്ധിക്കുന്നു. അഷ്ടദിക്പാലകന്മാർ ആരൊക്കെയാണ്?